ധനിയ, ഞാനിപ്പോൾ പുന്നമടയിൽ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഈ ഗ്യാലറിയിലേക്ക് ആളുകൾ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വള്ളംകളിയുടെ ആവേശത്തിലേക്ക് എത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അത് ചെറിയൊരു ആശങ്ക പരത്തുന്നുണ്ട്. പക്ഷേ ആവേശം ഒട്ടും ചോർന്നിട്ടില്ല. 11 മണിയോടുകൂടി ചെറുവള്ളങ്ങളുടെ മത്സരം തുടങ്ങും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 2:30 ആയിരിക്കും ഏറ്റവും ആകർഷണമായ അല്ലെങ്കിൽ ഏറ്റവും ആരാധകരുടെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുക. നേരത്തെ ലിജോ സൂചിപ്പിച്ചതുപോലെ അവിടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ, അതാണ് ഹൈലൈറ്റായി ഈ മത്സരത്തിലെ ഏറ്റവും ആരാധകരുള്ള വള്ളം. അതോടൊപ്പം തന്നെ നമുക്കറിയാം UBC കൈനീരിയുടെ തന്നെ വള്ളമുണ്ട്. അതോടൊപ്പം തന്നെ നിരണം ചുണ്ടനുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒട്ടേറെ വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. അവർക്കൊക്കെ വലിയ ആരാധക ബന്ധമുണ്ട്. കായൽ പലപ്പിലെ ജലമാമാങ്കം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മത്സരം കാണാൻ നിരവധി പേർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയുള്ള ഈ വന്നു ചേർന്ന ആളുകളോട് അവരുടെ പ്രതികരണങ്ങൾ ചോദിക്കാം. ഇതിപ്പോ നേരത്തെ വന്ന് ഇടം പിടിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ വൈകുന്നേരം അല്ലേ മത്സരം ഫൈനലാവുള്ളൂ? കളിയോടുള്ള ആവേശം കാരണം വന്നിരിക്കുക. ഇവിടുന്ന് വരുന്ന ഞാൻ മേൽപ്പാടം കരയെന്ന് വരുന്നത്. മേൽപ്പാടം കര രണ്ടുപോഴും അച്ചുകാരനാലും പമ്പിയായിരുന്നാലും ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഈ വള്ളം പണി തുടങ്ങിയ കാലം മുതൽ ഈ വള്ളപ്പുര ഞാനുണ്ട്. എത്ര വർഷമായി ഇപ്പോ വള്ളംകളി കാണുന്ന? 47 വർഷം കൊണ്ട് ഈ വള്ളംകളി കാണുന്നുണ്ട് സ്ഥിരം. ഓരോ മറ്റ് വള്ളങ്ങളുടെ ആരാധകരും ഉണ്ട്. ഏത് വള്ളത്തിന്റെ ഫാനാണ്? ഞങ്ങൾ കുമരകത്ത് നിന്ന് 2 ചുണ്ടൻ വള്ളമുണ്ട്. അതെ, നടുവിലപ്പുറം വള്ളം ഉണ്ട്, പായ്പാട് ഉണ്ട്. നമ്മൾ നടുവിലപ്പുറം വള്ളത്തിന്റെ ആളാണ്. നിങ്ങളോട് നിന്നൊക്കെ വലിയ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടോ? ബോട്ട് ക്ലബ് പ്രതീക്ഷയോടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇത്ര പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം മൈക്രോ സെക്കൻഡാണ് നമ്മൾ തോറ്റിരിക്കുന്നത്. അതാണ് അടിക്കും എന്നുള്ളൊരു. ചമ്പക്കുളം വള്ളം ഉണ്ടല്ലേ? കോട്ടയത്ത് 3 വള്ളം ഉണ്ടല്ലേ? അല്ല, ഞാനില്ല, അത് ചങ്ങനാശ്ശേരി. കോട്ടയത്തിന് വരുമ്പോൾ കോട്ടയം വരുമ്പോൾ ചങ്ങനാശ്ശേരി ഉണ്ട്. എന്തായാലും ഈ ചൂടും ഈ മഴയൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് നമുക്കൊരു വിഷയമല്ല. ഈ വള്ളംകളി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വർഷങ്ങളായിട്ട് ഇതാണ് ഈ വള്ളംകളി പ്രേമികൾ പറയുന്നത്. ഇവർക്ക് അങ്ങനെ ചൂടും മഴയും കാലാവസ്ഥാ വ്യതിയാനം ഒന്നും അവരെ ബാധിക്കുന്നില്ല. എന്തായാലും 1952 നെഹ്റു ഇവിടെ എത്തി വള്ളംകളി മത്സരം കാണുകയും അന്ന് വിജയിച്ച് കയറിയ നടുഭാഗം ചുണ്ടനിലേക്ക് നെഹ്റു കയറി നിന്ന് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു. പിന്നീട് നെഹ്റു ഡൽഹിയിലെത്തിയ ശേഷം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിൽ ഒരു ട്രോഫി ഇവിടേക്ക് അയച്ചു നൽകുകയായിരുന്നു. ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയിലുള്ള ട്രോഫിയായിരുന്നു. പിന്നീട് 1969 മുതൽ നെഹ്റു ട്രോഫി എന്ന പേരിൽ മത്സരം സംഘടിപ്പിക്കുകയായിരുന്നു. ഇടയ്ക്ക് കോവിഡ് കാലത്ത് ചെറിയ സമയം മത്സരങ്ങൾ നടന്നിരുന്നില്ല. അത് മാത്രമാണ് ഇടയ്ക്ക് ഒരു തടസ്സമുണ്ടായത്. ബാക്കി എല്ലാ സമയത്തും മത്സരം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് ചാമ്പ്യൻസ് ലീഗ് എന്ന രീതിയിൽ ഉയർത്തി. നെഹ്റു ട്രോഫിയാണ് ഈ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. നെഹ്റു ട്രോഫി എന്നത് ഇനി പുന്നമടയിലെ ജലരാജാവിനെ അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ധന്യ. ശരി ജോസി.